ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NOS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്, ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ് എന്നുള്ള ഓപ്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ അത് മാത്തമാറ്റിക്കലായിട്ട് അത് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നോക്കൂ. നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് നിരവധി മാർഗങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ആ വസ്തുക്കൾ വാങ്ങാം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. അതുപോലെയുള്ള സ്കീമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഒരു കടയിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ സാധാരണ പിന്നീട് നൽകാം എന്നുള്ള രീതിയിൽ നമ്മൾ നൽകാറുണ്ട്. ഇത് പരിചയമുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഇത് പോസിബിൾ ആവുകയുള്ളൂ. എന്നാൽ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്ത ചില വസ്തുക്കൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള ചില ഐറ്റംസ്, അത് പക്ഷേ നമുക്ക് അർജൻറ്റായിട്ട് വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ, അതായത് സാധനങ്ങളുടെ വില കൂടുതലാണ്, പക്ഷെ ആ സാധനം നമുക്ക് കിട്ടിയേ തീരൂ, അങ്ങനെയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കീമിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് പണം നൽകുന്നു, ബാക്കിയുള്ളത് ഒരു നിശ്ചിത തവണകളായി നൽകുകയാണ്. അപ്പം നോക്കൂ, ഒരു TVയോ അല്ലെങ്കിൽ ഒരു ബൈക്കോ കാറോ വാങ്ങുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത തുക ആദ്യം നൽകുന്നു, നമ്മുടെ കയ്യിലുള്ള പണം ആദ്യം നൽകുന്നു. എന്നിട്ട് ബാക്കിയുള്ള പണം നമ്മൾ ഒരു നിശ്ചിത തവണകളായി, അത് ചിലപ്പോൾ മാസത്തിലായിരിക്കാം, ആഴ്ചയിലായിരിക്കാം, അല്ല എങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കാം, പല രീതിയിലുണ്ട്. ഇങ്ങനെ നൽകുമ്പോൾ നമുക്കുണ്ടാകുന്ന മെച്ചം എന്താണ്, അല്ലെങ്കിൽ ഗുണം എന്താണ്, ഇനി അതുകൊണ്ടുള്ള ദോഷം എന്താണ് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, ഒരു സാധനത്തിൻ്റെ വില 10,000 രൂപയാണ് എങ്കിൽ നമുക്ക് ആ സാധനം വാങ്ങണം. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 5,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സാധനം വാങ്ങാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറഞ്ഞ പണമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് അടച്ചു തീർത്താൽ മതി എന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സേവിങ് മെൻറ്റാലിറ്റി കൂടി ഇവിടെ വരുന്നുണ്ട്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ദോഷം, അല്ലെങ്കിൽ ഇതിൻ്റെ മറുവശം എന്താണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കുക. എന്തായിരിക്കും? നമ്മൾ 10,000 രൂപക്ക് അല്ലെങ്കിൽ 10,000 രൂപയുള്ള ഒരു വസ്തു വാങ്ങുമ്പോൾ നമ്മൾ നിശ്ചിത അടവുകളൊക്കെ അടച്ചു തീർക്കുമ്പോൾ അതിന് ചിലപ്പോൾ 11,000 12,000 രൂപ ആയിട്ടുണ്ടാകും. ബാക്കിയുള്ള പൈസ നമ്മൾ ഇൻട്രസ്റ്റ് എന്നുള്ള പേരിലാണ് നൽകുന്നത്. അത് ഓരോ തവണകളായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തു ബൈയിങ്ങിലൂടെ വാങ്ങുമ്പോൾ, ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലൂടെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ നൽകേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇനി ഈ ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ്ങിൽ ഇതിൻ്റെ പേഴ്സൻറ്റേജ് കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ശതമാനം വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ്ങിൽ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള 4 ടേമുകളുണ്ട്. ഒന്നാമത്തേത് ക്യാഷ് പ്രൈസ് എന്നുള്ളതാണ്. ഇവിടെ ക്യാഷ് പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വസ്തുവിൻ്റെ ആക്ച്വൽ പ്രൈസാണ്. അതായത് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ ചിലവാകുന്നത് അതിനെയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടേമാണ് ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ളത്. ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ നൽകേണ്ട തുക, ഇപ്പോൾ 10,000 രൂപയുടെ ഒരു വസ്തുവാണ് വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ 4,000-ഓ 5,000-ഓ ആയിരിക്കും അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഓരോ ഒബ്ജക്റ്റിനനുസരിച്ചും ആളുകൾക്കനുസരിച്ചും മാറും. ഇനി മൂന്നാമത്തെ ഒരു ടേമാണ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നുള്ളത്. ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര തവണയായിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളത്. ഇപ്പം നോക്കൂ, നേരത്തെ പറഞ്ഞ 10,000 രൂപയുടെ ഒബ്ജക്റ്റ് 4,000 രൂപ നമ്മൾ ഡൗൺ പേയ്മെൻറ്റായി നൽകുന്നു. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് ഒരു 8 മാസത്തിലൂടെ നമ്മൾ നൽകുകയാണ് എങ്കിൽ
ആ 8 എന്നുള്ളത് ഇവിടുത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്, 8 തവണ എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ മാസവും ചിലപ്പോൾ 900-മോ 1000-മോ ആയിരിക്കും എന്നുള്ളത് കൂടി ഓർത്തു. ഇതാണ് ഇൻസ്റ്റാൾമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനത്തെ ഒരു ടേമാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എത്ര എമൗണ്ട് നൽകണമോ അതിനെയാണ് ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 10,000 രൂപയുടെ സാധനം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിന് 11,500 ആയിരിക്കാം അതിൻ്റെ നമ്മൾ എക്സ്ട്രാ നൽകേണ്ടി വരിക. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം അവിടെ അധികമായിട്ട് വരുന്ന ആ 1,500 രൂപ എന്നുള്ളത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ ഈ 4 ടേമുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ടെലിവിഷൻ സെറ്റ് വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നോക്കൂ, എ ടെലിവിഷൻ സെറ്റ് ഈസ് സോൾഡ് ഫോർ 20,000. അതായത് 20,000 രൂപക്കാണ് ഈ പറയുന്ന ടെലിവിഷൻ സെറ്റ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, 20,000 രൂപക്ക്. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 20,000 രൂപ മുഴുവനായിട്ട് കൊടുത്തു വാങ്ങാം, അല്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 6,000 ക്യാഷ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് നൽകാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് 20,000 കൊടുത്തു വാങ്ങാം, അല്ലെങ്കിൽ 6,000 കൊടുത്തും വാങ്ങാം. 6,000 കൊടുത്തു വാങ്ങുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് 16,800 കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം 6,000 കൊടുക്കാം, പിന്നീട് 6 മാസത്തിന് ശേഷം 16,800 രൂപ കൂടി എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ആ TV സെറ്റ് സ്വന്തമാക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ടെലിവിഷന്റെ ആക്ച്വൽ പ്രൈസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അത് 20,000 ആണ്. നമ്മുടെ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്, 6,000 ആണ്. പക്ഷെ നമ്മൾ നൽകാൻ ബാക്കിയുള്ളത് ബാലൻസ് ശരിക്കും എത്രയാണ്, നമ്മൾ 6,000 കൊടുത്തെങ്കിൽ ബാക്കി യഥാർത്ഥ വില എന്ന് പറയുന്നത് 14,000 ആണ്. പക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എത്രയാണ്, 16,800 ആണ്. അപ്പൊ 14,000 കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 16,800 കൊടുത്തു. അപ്പൊ ബാക്കി എക്സ്ട്രാ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അത് എത്ര ശതമാനമാണ് അതിന്റെ പലിശ നിരക്ക് എന്നാണ് നോക്കുന്നത്. നോക്കാം, നമ്മൾ കൊടുത്തിട്ടുള്ള ടോട്ടൽ 6 മാസം കഴിഞ്ഞ് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് ഈ 14,000-വും അതിന്റെ പലിശ നിരക്കും കൂടി കൂടിയിട്ടാണ്. അതായത് ബാക്കിയുള്ള 14,000 അതിന്റെ പലിശ നിരക്ക് കൂടി കൂട്ടിയിട്ട്, അപ്പൊ ആ 14,000 പ്ലസ് ഈ 14,000-ത്തിന്റെ പലിശ നിരക്ക് അത് എത്രയാണ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ 6 എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ 6% ആണ് നമുക്കുള്ളത് എങ്കിൽ ആ പെർസെൻറ്റേജ് കാണുന്ന രീതി 40,000 ഇൻറ്റു 6/100, 6%. ഇവിടെ 6 എത്രയാണ് എന്ന് നമുക്കറിയാം, ഇൻറ്റു 6/12. ഈ 6/12 എന്ന് സൂചിപ്പിക്കുന്നത് നമുക്കിവിടെ 6 മാസം കൊണ്ടാണ് കൊടുക്കേണ്ടത്. ഇത് 3 മാസം കൊണ്ടാണെങ്കിൽ നമ്മൾ 3/12 എന്നാണ് എഴുതുന്നത്. ഈക്വൽ ടു നമ്മൾ കൊടുത്തത് എത്രയാണ്, 16,800 എന്ന് പറയും. ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 16,800 മൈനസ് 14,000 വരുമ്പോൾ 2,800 കിട്ടുന്നു. ബാക്കിയുള്ളത് ഇതാണ് ബാക്കിയുള്ളത്. ഇനി ഇതിനെ സോൾവ് ചെയ്ത് നോക്കൂ, ഇവിടെ 1/2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, 7,000 ഇൻറ്റു 6/100. കാരണം ഈ 2ഉം ക്യാൻസൽ ആകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 7,000 കിട്ടുന്നത്. ഈക്വൽ ടു 2,800 എന്നുള്ളത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം എന്ന് നോക്കാം. ഓക്കെ, ഒന്നുകൂടി എങ്ങനെ നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 70R = 2,800 എന്ന് വരുന്നു. 2,800. അപ്പോൾ 70R = 2,800. R = 2,800 ഡിവൈഡഡ് ബൈ 70 എന്നുള്ളതാണ്. അപ്പോൾ ഈ 0 ക്യാൻസൽ ചെയ്യാം. 28/7 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വരുന്നത് 40% ആണ്. ഇവിടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 40%. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പല പ്രോബ്ലംസും വരുന്നുണ്ട്.
അതായത് ഇത്ര ശതമാനമാണ് പലിശ എങ്കിൽ ഇത്ര മാസം കഴിഞ്ഞ് എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ള ടൈപ്പ് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ആൻസർ ചെയ്യാമെന്നും എങ്ങനെ അതിൻ്റെ ഷോർട്ട് കട്ടിലൂടെ ചെയ്യാമെന്നുമുള്ള ക്ലാസ്സുകൾ നമ്മൾ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.